അപ്പം ഇനി നമുക്ക് ആദ്യം തൊട്ട് പറയും. നിങ്ങൾ ഇവിടെ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പം വഞ്ചി വന്ന് കയറിയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇത് വഞ്ചി പിടിച്ച് കയറ്റുന്നത് കണ്ടിട്ടാണ് ഞാനിവിടെ നിന്ന് തിരിച്ച് പോകുന്നത്. സത്യത്തിൽ അപ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നുവെച്ചാൽ ഒരു കണക്കൂട്ടില്ല, അത്രയും ശക്തമായ കാറ്റ് എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വഞ്ചി കയറ്റിയതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ ഈ വഞ്ചിയിൽ പോകുന്നത്. ഈ വഞ്ചിയിൽ നിങ്ങൾ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഞങ്ങൾ ഒരു 7 പേര് വഞ്ചിയിലുണ്ട്. ട്രോളായിട്ട് വന്നിട്ട് ആ ചെക്കൻ സെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, സെൻഷൻ കിട്ടുകയാണെന്ന് വെച്ചാൽ എനിക്കൊരു 6 കിലോമീറ്റർ വരെ അവൻ്റെ ഇത് ക്യാമറ വർക്ക് ചെയ്യും. 4 കിലോമീറ്റർ വരെ ഈ ക്യാമറയുടെ ലെൻസിൻ്റെ വർക്ക് കിട്ടും. അതിന് അപ്പോൾ 15 കിലോമീറ്ററിലാകുമ്പോൾ വഞ്ചി തള്ളുകയാണെങ്കിൽ സെൻഷൻ കിട്ടിയാൽ അവൻ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ കയറാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ വഞ്ചി തള്ളുന്നത്. തള്ളിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 ഭാഗം എത്തിയപ്പോൾ ഞങ്ങൾ പങ്കായം പൊക്കുന്നത് കണ്ട്. ഞങ്ങൾ ഭാഷയിൽ മുങ്ങി മറിഞ്ഞു കിടക്കുന്ന വഞ്ചിയിലെ ആള് പങ്കായം പൊക്കുന്നത് കണ്ട്. അപ്പോൾ അയാളെ നേരെ പോയി എടുത്ത് ആൾ പറഞ്ഞു വടക്കരയത്ത് കുട്ടേട്ടനുണ്ടെന്നാണ്, സുബ്രു എന്നാണ് പേര്. വടക്കരയത്ത് കുട്ടേട്ടനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടേട്ടനെ അങ്ങനെ കണ്ട്. അപ്പം തന്നെ ഒരു 2 മിനിറ്റ് ഓടിയപ്പോൾ കുട്ടേട്ടനെ കണ്ട്. അവിടുന്ന് കുട്ടേട്ടൻ പറഞ്ഞു വിജയേട്ടൻ വടക്കരയത്ത് ഉണ്ടെന്നാണ്. അപ്പോൾ വടക്കരയത്ത് ഓടിച്ചപ്പോൾ മൂപ്പരെയും കയറ്റി. അങ്ങനെ ആ ഒരു ഞങ്ങൾ 2 വഞ്ചി ഉണ്ടായിരുന്നു. 3 പേരെ വഞ്ചിയിൽ വലിച്ച് കയറ്റി. 2 വഞ്ചി, 2 ഒരു വഞ്ചിമലും 1 വഞ്ചിമലും. അപ്പോൾ ഒരാൾ കൊണ്ട് ഇങ്ങോട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തരാമെന്നുള്ള നിലക്ക് പിന്നെ നിന്ന്. അപ്പോൾ അവർ ഓടി വരുന്നേരത്ത് ഈ ഒരാളെ കുറേ കരയിറങ്ങിയതിന് ശേഷം അയാളെയും കിട്ടി. ആളെ അവിടെ നിന്ന് നീന്തി പോരുമായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ ഈ ഡ്രോൺ അവിടെ ചെന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. ഡ്രോൺ പ്രവർത്തിച്ചിട്ടല്ല നിങ്ങളെ കണ്ടത്. നിങ്ങളുടെ കണ്ണുകൊണ്ട്, അതായത് നിങ്ങളുടെ പരിജ്ഞാനം, അതായത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ പരിജ്ഞാനം കൊണ്ട് കണ്ടു കിട്ടിയതാണ്. അതായിരുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലേ? ശരി, ഇതൊന്ന് അറിയാൻ വേണം. നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ മീൻപിടുത്തക്കാർ ഗൾഫിൽ. അപ്പോൾ അവർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണം. കാരണം ഡ്രോൺ എന്ന് പറയുന്ന സാധനം നമുക്കത് ആവശ്യത്തിൽപ്പെട്ടു ആണ്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശം അതാണ്. സർക്കാരിൻ്റെ ഫിഷറീസ് ബോട്ടിൽ വേണ്ട സാധനം ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടിയെങ്കിലല്ലേ നമുക്ക് അവരെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ വിട്ടിട്ട് കിട്ടിയിട്ടില്ല. 4 കിലോമീറ്റർ കരയാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ തെരച്ചുപോക്ക് ഇല്ലായിരുന്നെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സഹകരണമല്ലേ കിട്ടിയത്? എല്ലാവരും ഭാഗത്തുനിന്ന് വള്ളക്കാരെ ഭാഗത്തുനിന്നും സഹകരണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഗുരുദക്ഷിണ, ജനപ്രിയൻ, വേദവ്യാസൻ, പിന്നെ ശ്രീ വിഷ്ണുമായ, കുഞ്ഞേട്ടൻ വഞ്ചി, ഇവരൊക്കെ നല്ല സഹകരണം. എല്ലാവരും നല്ല. അപ്പോൾ ഈ രവിയുടെ കൂടെ വഞ്ചിയിൽ എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ കൂടെ 7 പേര്. അതാരൊക്കെയായിരുന്നു? അഡ്രസ്സ് കൂടെ പറ. അഡ്രസ്സ് ഒന്ന് ചേട്ടൻ്റെ അഡ്രസ്സ് എന്താണ്? കുട്ടമറമ്പത്ത് രവിനെ പറഞ്ഞോ? കുട്ടമറമ്പത്ത് ശ്രീനിവാസൻ, കർത്താണ്ടൻ രവി, വലിയത്ത് മനോഹരൻ, അമ്പാടിയുടെ വീട്ടിൽ വരുന്നതാണ് കുട്ടമറമ്പത്ത് അമ്പാടി. പിന്നെ വത്സൻ്റെ പള്ളത്ത് വത്സൻ. വത്സേട്ടനൊക്കെ അതിൽ കയറിയതാണല്ലേ? വത്സേട്ടനൊക്കെ രണ്ടാമത്തെ തള്ളുമ്പോൾ കയറിയത് ഞങ്ങൾ പോയതിനു ശേഷം കിട്ടിയത്. അത് ശരി. അങ്ങനെ 6 ആളാണ്. പിന്നെ ചെമ്മനാടൻ അശോകൻ, നമ്മുടെ അശോകൻ ചെമ്മനാടൻ, ഇങ്ങനെ കയറിയത്. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവരെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരുടെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ മാത്രമല്ല, ജനപ്രതിനിധികളും, പഞ്ചായത്ത് പ്രസിഡന്റ്, അഹമ്മദിക്ക, സെക്രട്ടറി ഓനാണ് ആള് അല്ലേ? എന്താ പേര്? ദേവാങ്ക്. ഇപ്പം എന്താ ചെയ്യണേ? സെക്കൻഡ്. എവിടെ പഠിക്കണേ? അത് ശരി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രചോദനം എങ്ങനെ തോന്നി? സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചു. നേരത്തെ വഞ്ചിയിലോ കടലിലൊക്കെ പോയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം പോയിട്ടുള്ളത്. അപ്പോൾ പോകുമ്പോൾ വല്ല പേടിയൊക്കെ തോന്നിയിരുന്നോ? പറഞ്ഞു. അപ്പോഴുള്ളൊരു ഭയം, വേറെ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. അപ്പോൾ ചെന്ന് ഇവരെ സഹായിക്കാനായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്ത് തോന്നി? വളരെ സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയോടുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു അത് ശരി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ നമ്മുടെ